മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂട്ടുകാർക്കൊപ്പം ഞാനൊരു ഓർഫനേജിലേക്ക് പോയി. അവിടുത്തെ കുട്ടികൾക്കൊപ്പം കളിച്ചും ചിരിച്ചും കഥ പറഞ്ഞും എൻ്റെ കൂട്ടുകാർ നടന്നപ്പോൾ ഞാൻ എൻ്റേതായൊരു ലോകത്തായിരുന്നു. എൻ്റെ മനസ്സെവിടെയും ഉറച്ചു നിന്നില്ല. താൻ ഭയങ്കര ആലോചനയിലാണല്ലോ. 2 ദിവസമായി ഒരു സ്റ്റോറിക്ക് വേണ്ടി തലപോകാൻ തുടങ്ങിയിട്ട്. എന്ത് സ്റ്റോറിയോ? അതെ, ഒരു സ്റ്റോറി. എനിക്കൊരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കണം. 10 മിനിറ്റിൻ്റെ ഷോർട്ട് ഫിലിം. എന്താ തീം? സോഷ്യൽ ആക്ഷൻ ആൻഡ് യൂത്ത്, അതാ തീം. പക്ഷെ ഇതുവരെ സ്റ്റോറി ഒന്നും സെറ്റായിട്ടില്ല. എന്നാ ഞാനൊരു കഥ പറയാം. ഇത് 4 കൂട്ടുകാരുടെ കഥയാണ്. മനു, സുജിത്, അലക്സ്, ഡാനിയൽ. ഈ ലോകത്തിൻ്റെ നിറകിലെത്തണം എന്ന് സ്വപ്നം കണ്ട 4 കൂട്ടുകാർ. JJ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജിലെ ഒരു സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് മനു. ഗവൺമെൻറ് ലോ കോളേജിൽ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് ഡാനിയൽ. സ്പീഡിനെ പ്രണയിക്കുന്ന ഒരു കാർ റേസർ അവൻ മോഹിക്കുന്നവനാണ് സുജിത്. ഇത് അലക്സ്. ജീവിതത്തെക്കുറിച്ച് അധികം സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഇല്ലാത്തവൻ. SIS കോളേജിലെ സെക്കൻഡ് ഇയർ BSc വിദ്യാർത്ഥി. ജീവിതം അവർക്കൊരു ആഘോഷമായിരുന്നു. പാർട്ടീസ്, നൈറ്റ് ഔട്ട്സ്, പിക്നിക്സ്, അതൊക്കെ ആയിരുന്നു അവരുടെ ലോകവിനോദങ്ങൾ. ഇവിടെ എല്ലാ സഫാരിക്കും ചുക്കാൻ പിടിക്കുന്നത് ഈ ഷെവ്രൽ ഡോക്ടറാണ്. ഇത് സ്നേഹസദൻ. എയ്ഡ്സ് ബാധിതരായ ഒരുപാട് കുട്ടികളുടെ ആശ്രയം. ഈ സ്നേഹസദൻ്റെ അടുത്തായിരുന്നു അലക്സിൻ്റെ വീട്. അവിടുത്തെ കുട്ടികൾ അലക്സിൻ്റെ വീടിൻ്റെ അടുത്ത് കളിക്കുന്നത് പതിവായിരുന്നു. മമ്മി ആ കുട്ടികൾ ആരാ? അതാ സ്നേഹസദനിലെ പിള്ളേരാ. മോനവരുടെ അടുത്തേക്കൊന്നും പോണ്ടാട്ടോ. മോനും ആ അസുഖം പകരും. അവർക്കേ ഒരു തരം അസുഖമുണ്ട്, എയ്ഡ്സാ. बॉल क्या ले रहे? बॉल दे इधर. ये हम लोग का एरिया, इधर कोई नहीं खेलने का. चल निकल, बॉल दे इधर. चल चल बॉल दे. किसने मारा मेरे भाई को? इसको बॉल लगा था बाय मिस्टेक. सॉरी. अरे सुन ना. अरे सॉरी. एक्चुअली मैं इसको बॉल लगा था बाय मिस्टेक. ദാതയാണെന്നാ നിന്റെ വിചാരം? ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാലോ? പിന്നെ കേസ്, കോടതി, ജയിൽ. പിന്നെ എങ്ങനെ പപ്പയും ഞാനും മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെയാ നോക്കുന്നത്? ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ മോനെ, അതല്ല മോനെ. ആ കുട്ടികള് ആ സ്നേഹസഭ പാവം പിള്ളേരല്ലേ. നീ അതൊന്നും ഓർക്കണ്ടേ മോനെ? പിന്നെ ദിവസങ്ങൾക്ക് ശേഷം വിജനമായ വഴിയോരം അലക്സിന്റെ മനസ്സിനേലെത്തി. ചെയ്തത് തെറ്റായിപ്പോയി എന്ന തിരിച്ചറിവാവാം അലക്സിനെ സ്നേഹസദനിലേക്ക് നയിച്ചത്. हेलो, गुड मॉर्निंग फादर. ഗുഡ് മോർണിംഗ്, ഇരിക്കൂ. എൻ്റെ പേര് അലക്സ്. ഞാനിവിടെ അടുത്ത് താമസിക്കുന്നതാ. എനിക്ക് ഇവിടെയുള്ളൊരു കുട്ടീനെ കാണണമായിരുന്നു. ഏത് കുട്ടിയെ കാണണം? ആ കുട്ടിയുടെ പേരെനിക്ക് ഓർമ്മയിൽ. അത് അച്ചോ, ആ കുട്ടിയുടെ കുറിച്ച് ഞാൻ സംസാരിച്ചേ. ആ കുട്ടി 2 ദിവസം മുൻപ് മരിച്ചു. അരുൺ. അവൻ എല്ലാ കാര്യത്തിലും നല്ല മിടുക്കനായിരുന്നു. ദൈവം അവന് അധികം ആയുസ് കൊടുത്തില്ല. ഞാൻ കാരണം ആ കൊച്ചു മരിച്ച. മാനസാന്തരം നിറഞ്ഞ മനസ്സുമായി അലക്സ് കുറ്റസമ്മതം നടത്തി. ഈ സ്നേഹസാധനയിൽ ഒരു കുട്ടി മരിച്ചാൽ അത് എയ്ഡ്സ് രോഗം മൂലമാണെന്ന് ആളുകൾ കരുതിക്കൊള്ളൂ. പേടിക്കേണ്ട.
ആരും ഒന്നും അറിയുകയില്ല. ദൈവം തന്നിരിക്കുന്ന ജീവിതം നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. ഇത് വെറുതെ പാഴാക്കി കളയാനുള്ളതല്ല. അടുത്ത ദിവസം തൊട്ട് അലക്സ് സ്നേഹസദനിലേക്ക് പോയി. അവിടുത്തെ കുട്ടികളെ ദുഃഖത്തിലും സന്തോഷത്തിലും അവൻ പങ്കാളിയായി. സ്നേഹസദനു വേണ്ടി കഴിഞ്ഞ എല്ലാ സഹായവും അവൻ ചെയ്തു. ആ കുട്ടികളുടെ നിഷ്കളങ്കമായ പുഞ്ചിരിക്ക് കാരണക്കാരനായപ്പോഴാണ് ജീവിതത്തിലെ യഥാർത്ഥ സുഖവും സന്തോഷവും അവൻ മനസ്സിലാക്കിയത്. സ്നേഹസദനെ സഹായിക്കണം എന്ന് അലക്സ് അവൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു. പക്ഷേ അവർ അലക്സിന്റെ വാക്കുകൾ കേട്ടില്ല. അവർ അവരുടെ പഴയ ജീവിതം തന്നെ തുടർന്നു. ഇപ്പോൾ ഇവിടെയുള്ള കുട്ടികൾക്കെല്ലാം നിന്നെക്കുറിച്ച് പറയാനേ നേരമുള്ളൂ. നീ ഈ പാവം കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കും ദൈവം നിന്നെ വളരെയധികം സഹായിക്കും. എല്ലാം ഒരു ദൈവനിശ്ചയമാണ് അച്ചു. അയ്യോ അച്ഛാ, ടോണി. ടോണിയുടെ CT സ്കാൻ എടുത്തു. അവന് ബ്രെയിൻ ട്യൂമറാണ്. പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണ്ടി വരും. ടോണിയുടെ ഓപ്പറേഷന് 2 ലക്ഷം റുപ്യ വേണ്ടി വരുമെന്നാണ് പറയുന്നത്. ടോണിയുടെ ഓപ്പറേഷനുള്ള കാശ് പപ്പയുടെ കയ്യിൽ നിന്ന് മേടിക്കാം എന്ന് പ്രതീക്ഷയുമായി അലക്സ് വീട്ടിലേക്ക് എത്തി. മമ്മി എന്ത് പറ്റി? പപ്പ എങ്ങനെ കുടിക്കാറില്ലല്ലോ. പപ്പ വലിയ ടെൻഷനിലാ മോനെ. നമ്മുടെ കമ്പനിയും ഓഫീസും എല്ലാം റെയ്ഡ് ചെയ്തിരിക്കുക. ആരും നമ്മുടെ കമ്പനിയുടെ പേരിൽ കേസ് കൊടുത്തു. എല്ലാ അക്കൗണ്ടും ഫ്രീസ് ചെയ്തിരിക്കുക. അന്ന് രാത്രി അലക്സ് അവന്റെ കൂട്ടുകാരെ വിളിച്ചു. പക്ഷെ ആരും അത്ര വലിയ തുക അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. അച്ഛാ, ടോണിക്കുള്ള കാശ്. ടോണിയുടെ ഓപ്പറേഷൻ 11 മണിക്കാണ്. പക്ഷെ കാശ് രാവിലെ തന്നെ നിന്റെ ഫ്രണ്ട്സ് ഇവിടെ കൊണ്ടുവന്ന് തന്നല്ലോ. അപ്പോ അതെങ്ങനെ സംഭവിച്ചു? ഒരു ദിവസം കടുത്ത ട്രാഫിക് ജാം മൂലം അലക്സിന്റെ കൂട്ടുകാർ ഒരു ഷോർട്ട് കട്ടിലൂടെ യാത്ര നടത്തി. ആ യാത്ര അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. അലക്സിന്റെ വാക്കുകൾ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. പിന്നെ 4 കൂട്ടുകാരുടെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ: സോഷ്യൽ വർക്ക്. MBBS പഠനം പൂർത്തിയാക്കിയ മനു നിർധനരായ രോഗികളെ ചികിത്സിക്കാൻ ഒരു ക്ലിനിക് തുടങ്ങി. LLB പഠനം പൂർത്തിയാക്കിയ ഡാനിയൽ ആശ്രയ എന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ലീഗൽ അഡ്വൈസറായി. സ്പീഡിനെ പ്രണയിച്ചിരുന്ന സുജിത്ത് സ്വന്തമായി ഒരു ആംബുലൻസ് സർവീസ് തുടങ്ങി. അപ്പോ അലക്സോ? അലക്സിന് സ്നേഹസദൻ പ്രിയപ്പെട്ടതായിരുന്നു. അവന്റെ ബാക്കിയുള്ള ജീവിതം അവൻ സ്നേഹസദന് വേണ്ടി സമർപ്പിച്ചു. എന്നാലും സാറിന്റെ സ്റ്റോറി സെൻസ് അപാരം തന്നെ. എന്തായാലും ഈ കഥ ഞാൻ സിനിമയാക്കും. താങ്ക് യു സാർ. അച്ഛാ, നമ്മുടെ കീമൂക്കുള്ള സ്റ്റോറി കിട്ടിയിട്ടാ. ഇന്ന് രാത്രി എൻ്റെ സ്ക്രിപ്റ്റിങ് തുടങ്ങണം. കുറെ ദിവസം ഡയറിയിൽ വലുത് എഴുതിയിട്ട്. എൻ്റെ ഡയറി താൻ ഇതുവരെ പോയില്ലേ? എൻ്റെ ഡയറി ഇതാണോ നിന്റെ ഡയറി? ആ സ്റ്റോറി അത് സാറിൻ്റെ അല്ലേ? അതെ, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങളാണിത്. ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് പ്ലേ ചെയ്യുമ്പോൾ മാത്രം സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് ഓർത്താൽ പോരാ. സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന വാക്ക് അണയാത്ത ജ്വാലയായി നിന്റെ മനസ്സിലുണ്ടാവണം. അപ്പോഴേ നിന്നിലെ കലാകാരൻ പൂർണ്ണമാവും, നിന്നിലെ മനുഷ്യൻ പൂർണ്ണമാവും.